ആളുമരങ്ങുമൊഴിഞ്ഞ് AKG സെൻറ്റർ കിടക്കുന്നു. ഇവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അസ്തമിച്ചു, നേതാക്കളെല്ലാം ഇവിടെ നിന്ന് മാറി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നവരോട് ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഏതൊരു പ്രതിസന്ധിയിലും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള ചരിത്രമുള്ള പാർട്ടി തന്നെയാണ്. ഈ നാട് 10 വർഷം ഭരിച്ച ഒന്നാം രണ്ടാം പിണറായി സർക്കാർ പഴിയിറങ്ങുമ്പോൾ എന്തെല്ലാം ദുരിതക്കയങ്ങളിലൂടെയാണ് മലയാളി കടന്നുപോയതെന്നുള്ളതാണ്. 2018 ഫ്ലഡ് അടക്കം, നിപ്പയടക്കം, ഓക്കിയടക്കം, അങ്ങനെ കോവിഡ് അടക്കം, കോവിഡിൻ്റെ വിവിധ തരംഗങ്ങളടക്കം, ശൈലജ ടീച്ചർ അടക്കമുള്ളവർ ഇങ്ങനെ ചേർന്ന് നിന്ന് ഈ മലയാളിയുടെ ഒപ്പം കരം പിടിച്ചു കൊണ്ടുപോയ 10 വർഷങ്ങൾ. ഈ നാട് ഉള്ളിടത്തോളം കാലം പിണറായി സർക്കാരിൻ്റെ ഒന്നാം രണ്ടാം ടേമുകളെ ഓർത്തിരിക്കുമെന്നുള്ളതാണ്. മലയാളി ഉള്ളിടത്തോളം നാൾ ഇതൊരു ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിടും എന്നുള്ളതുമാണ്. അത്രമേൽ മലയാളി താഴ്ന്നുപോയ സമയങ്ങളിൽ മുഴുവനും ഹൃദയം തൊട്ട ഒരു സർക്കാരാണ് അരങ്ങൊഴിഞ്ഞു മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. തെറ്റുതിരുത്തി ഞങ്ങൾ ഈ പാർട്ടിയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് തിരിച്ചു വരുമെന്ന് ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെച്ചിടത്ത് തന്നെ തുടങ്ങുകയാണ്. സമരമുഖങ്ങളിലേക്ക് ഈ നാടിൻ്റെ ജനശബ്ദമായി നിൽക്കാൻ CPM-ഉം ഇടതുപക്ഷവും ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ നാളെ വീണ്ടും തലസ്ഥാനത്തെത്തി കാവൽ മുഖ്യമന്ത്രിയായി തുടർന്ന് രാജിവെച്ച് പുതിയ സർക്കാർ വരുമ്പോൾ അസ്തമിക്കുകയല്ല ഈ പാർട്ടി, വീണ്ടും ശക്തിയായി ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, പറഞ്ഞെടുത്തു തന്നെ ഒരിക്കൽ കൂടി പറയേണ്ടി വരും, മലയാളി ഉള്ളിടത്തോളം മലയാളത്തിൻ്റെ ഹൃദയം തൊട്ട 2 സർക്കാരുകൾ പിണറായിയുടെ ഒന്നാം രണ്ടാം ടേമുകൾ എന്നുള്ളത് അടയാളപ്പെടുത്തിയിടുമെന്നും ഈ നാടെന്നും ഒരുപോലെ സാക്ഷ്യം വയ്ക്കുമെന്നുള്ളതാണ്.